നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ഔദ്യോഗികമായിട്ട് തന്നെ BJP അംഗമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുടെ കയ്യിൽ നിന്നാണ് BJP അംഗമായിട്ടുള്ള ആ അംഗത്വ കാർഡ് പത്മജ വാങ്ങിയത്. യഥാർത്ഥത്തിൽ ഇത് ദേശീയ തലത്തിൽ BJPക്ക് വലിയ നേട്ടമാണ് എങ്കിലും, അതായത് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയിലായ അതേ സാഹചര്യം തന്നെയാണ്. അതായത് രണ്ടുപേരും മുഖ്യമന്ത്രിമാരായിരുന്നവരാണ്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായിരുന്നു. രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ BJPയിലാണ് എന്ന് ദേശീയ തലത്തിൽ തന്നെ ദേശീയ BJPക്ക് പറയാം. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. സത്യത്തിൽ ഇത് കേരളത്തിലെ BJPക്കാർക്ക് ഒരു മധുര പ്രതികാരം കൂടിയാണ്. ആ പ്രതികാരം ആരോടാണെന്നല്ലേ, അത് സഹോദരൻ K മുരളീധരനാണ് ഇവരുടെ ആ പ്രതികാരത്തിന് ഇരയാവാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പത്മജ BJPയിലേക്ക് വന്നതുകൊണ്ട് വലിയ നേട്ടമൊന്നും BJPക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ K മുരളീധരന് അത് മുഖമടച്ച് കിട്ടുന്ന ഒരു അടിയായിരിക്കും. അതിനൊരു കാരണമുണ്ട്. BJPയുടെ ഉറച്ച സീറ്റായി അവർ വിശ്വസിച്ചിരുന്ന ഒരു സീറ്റുണ്ടായിരുന്നു, തിരുവനന്തപുരത്തെ നേമമാണ്. അവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ O രാജഗോപാൽ ജയിച്ച മണ്ഡലമായിരുന്നു, പൊളിറ്റിക്കൽ വോട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 കുമ്മനം നിൽക്കുമ്പോൾ അവർ ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടേക്ക് K മുരളീധരൻ വരുന്നത്. യഥാർത്ഥത്തിൽ K മുരളീധരന് വ്യക്തമായിട്ടറിയാം അവിടെ താൻ ജയിക്കാനൊന്നും പോണില്ല. കാരണം കോൺഗ്രസിനൊരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത സ്ഥലമാണ് നേമം. അവിടേക്ക് ബോധപൂർവം തന്നെ ഒരുപക്ഷെ സുഡാപ്പികളുടെയും ജിഹാദികളുടെയും പണം പറ്റിക്കൊണ്ട് തന്നെ BJPക്കിട്ട് ഒരു പണി കൊടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വടകരയിൽ നിന്ന് K മുരളീധരൻ നേമത്തേക്ക് വന്നത്. അങ്ങനെ അവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. 30,000-ന് മുകളിൽ വോട്ട് K മുരളീധരൻ പിടിച്ചെടുക്കുന്നു. K മുരളീധരൻ അവിടെ 3-ാമത് സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു, അത് യാഥാർത്ഥ്യം. പക്ഷേ അവിടെ ചുരുങ്ങിയ വോട്ടിന് BJP തോൽക്കുന്നു. അതായത് കുമ്മനം രാജശേഖരൻ അവിടെ തോൽക്കുന്നു. ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ചതി BJPക്കാരുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പത്മജയുടെ BJPയിലുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ BJPക്ക് നേട്ടമാവുന്നതിൽ കൂടുതൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയോ അടി കിട്ടാൻ പോകുന്നത് K മുരളീധരനാണ്. തീർച്ചയായിട്ടും K മുരളീധരൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കൂരമ്പ് പോലുള്ള ചോദ്യം, സഹോദരി പത്മജ BJPയിൽ പോയിരിക്കുന്നു, നാളെ നിങ്ങൾ ജയിച്ച് MP ആയാൽ BJPയിലേക്ക് പോവില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ഇതേ ചോദ്യം വടകരയിലെ ജനങ്ങളോടും ചോദിക്കും. സ്വാഭാവികമായിട്ടും K മുരളീധരന് എതിരെ നിൽക്കുന്നത് KK ശൈലജയാണ്. KK ശൈലജയെ പറ്റി പറയുമ്പോൾ പിണറായി വിജയനേക്കാൾ അവർക്കിഷ്ടമുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ച വ്യക്തിയാണ്. 50,000-ന് മുകളിലാണ് ഭൂരിപക്ഷം തന്നെ. ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് PR-ൻ്റെ ഗുണവും മറ്റുമൊക്കെ കൊണ്ട് അവരെന്തോ വലിയ മികച്ച മന്ത്രിയായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ജയിക്കാനുള്ളൊരു സാധ്യതയാണ് അവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. അതിന് അവർ ഈ പത്മജയുടെ BJP പ്രവേശനം അവർ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും. അവിടെ ഒരു തിരിച്ചടി കിട്ടിയാൽ, തോൽവി K മുരളീധരന് സംഭവിച്ചാൽ അത് കേരളത്തിലെ BJPക്ക് നല്ല ഒന്നാം തരം ഒരു മധുരപ്രതികാരം തന്നെയായിരിക്കും. ഇനി മറ്റൊരു വശം കൂടിയുണ്ട് ഇതിന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് സംഗതി. അവിടെ പത്മജ തൃശ്ശൂരിൽ 2-ാം സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു, 2-ാം സ്ഥാനത്തേക്ക് തോറ്റു. കേവലം 1000-ൽ താഴെ വോട്ടിനാണ് അവിടെ പത്മജ തോൽക്കുന്നത്. അപ്പോൾ പത്മജ ആരോപിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ TN പ്രതാപനാണ് പത്മജയെ തോൽപ്പിച്ചത് അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ചരട് വലിച്ചതെന്നാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന കണക്ക് K മുരളീധരന് പണി കിട്ടുമ്പോൾ ഒപ്പം പണി കിട്ടാൻ പോകുന്നത് TN പ്രതാപന് കൂടിയാണ്. കാരണം പത്മജ BJPയിലേക്ക് വന്നതുകൊണ്ട് BJPയുടെ ഒരു വോട്ടും നഷ്ടപ്പെടാൻ പോകുന്നില്ല. BJPക്ക് 100-1000 വോട്ട് കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. അത് സുരേഷ് ഗോപിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അവിടെയും തോൽക്കാൻ പോകുന്നത് TN പ്രതാപനാണ്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ BJPക്ക് ഉണ്ടാവുന്ന നേട്ടത്തേക്കാൾ കൂടുതൽ ശരിക്കും ഒരു പ്രതികാരം ചെയ്തു എന്നുള്ള ആ ഒരു മധുരം കിട്ടാൻ പോകുന്നത് കേരളത്തിലെ BJPക്കാണ്. അത് ഒന്നിൻ്റെ രൂപത്തിലല്ല, 2 രൂപത്തിലാണ് എന്ന് മാത്രം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.